Hello everyone. Here we are going to discuss the topic capital structure and the points related with the tax planning under capital structure. So first of all we have to know what is capital structure. Capital structure is referred to as the ratio of different kinds of securities raised by a firm as long-term finance. ഒരു കമ്പനി അതിൻ്റെ ലോങ് ടേം ഫിനാൻസ് റൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ റേഷ്യോസിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദി പ്രപ്പോർഷൻ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ലോങ് ടേം ഫണ്ട്സ് യൂസ്ഡ് ഇൻ ക്യാപിറ്റലൈസേഷൻ. ഒരു കമ്പനി അതിൻ്റെ ക്യാപിറ്റലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലോങ് ടേം ഫണ്ട്സിൻ്റെ പ്രപ്പോർഷൻസിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Simply, it refers to the combination in which the long-term capital of a firm is mobilized. So here, long-term capital or securities includes equity shares, preference shares, debentures, long-term loans and retained earnings. Next, the capital structure involves two decisions. First one, type of securities to be issued. That is, what type of securities are to be issued. Securities like equity shares, preference shares, debentures, etc. Second decision, relative ratio of securities can be determined by process of capital gearing. ഒരു കമ്പനി ക്യാപിറ്റൽ ഗിയറിംഗ് പ്രോസസ്സിലൂടെ അതിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ റിലേറ്റീവ് റേഷ്യോസ് ഡിറ്റർമിൻ ചെയ്യുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ക്യാപിറ്റൽ ഗിയറിംഗ് ദ കമ്പനീസ് ആർ ഡിവൈഡഡ് ഇൻടു ടു. ഫസ്റ്റ് വൺ, highly geared companies, then low geared companies. Here highly geared companies means those companies whose proportion of equity capitalization is small. ഒരു കമ്പനിയുടെ ഇക്വിറ്റി ടോട്ടൽ ക്യാപിറ്റലൈസേഷനിൽ ചെറിയൊരു പോർഷൻ മാത്രമേ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ ഉണ്ടാവുകയുള്ളൂ. ഇതിനെയാണ് ഹൈലി ഗിയർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ദെൻ ലോ ഗിയർഡ് കമ്പനീസ്, ദോസ് കമ്പനീസ് ഹൂസ് ഇക്വിറ്റി ക്യാപിറ്റൽ ഡോമിനേറ്റ്സ് ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ഒരു കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഫുൾ പോർഷനും ഇക്വിറ്റി ക്യാപിറ്റൽ ആയിരിക്കും മെയിൻലി ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് ലോ ഗിയർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ആസ് പെർ ദി പ്രൊവിഷൻസ് ഗിവൺ ഇൻ ഇൻകം ടാക്സ് ആക്ട് 1961, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഡിവിഡൻഡ് ഓൺ ഷെയർ ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. അഥവാ ഒരു ഷെയർസിൻ്റെ മുകളിലുള്ള ഡിവിഡൻസിന് ടാക്സ് ഡിഡക്റ്റബിൾ അല്ല. ദെൻ സെക്കൻഡ് പോയിന്റ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ബോറോവഡ് ക്യാപിറ്റൽ ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 36 സബ്സെക്ഷൻ 1. ഇപ്പോൾ ബോറോവഡ് ക്യാപിറ്റലിന് മുകളിലുള്ള ഇൻട്രസ്റ്റിന് ഡിഡക്ഷൻസ് അലവബിൾ ആണ്. തേർഡ് പോയിന്റ്, കോസ്റ്റ് ഓഫ് റൈസിംഗ് ഫണ്ട് ത്രൂ ബോറോവിങ് ഈസ് ഡിഡക്റ്റബിൾ ഇൻ ദി ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഇൻക്വേർഡ്. അപ്പോൾ ബോറോവഡ് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ മുകളിലുള്ള കോസ്റ്റ് അതിന് ഡിഡക്ഷൻ അലവബിൾ ആണ് ഇൻ ദി ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഇൻക്വേർഡ്. ആ ഒരു ബോറോവിങ് നടന്നിട്ടുള്ള വർഷം അതിന് ഡിഡക്ഷൻസ് ലഭിക്കും. ഫോർത്ത് പോയിന്റ്, കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർ ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ ഇൻ 5 years അണ്ടർ സെക്ഷൻ 35D. അഥവാ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് പുറത്തുള്ള കോസ്റ്റിന് ഡിഡക്ഷൻസ് അലവബിൾ ആണ് ഫോർ 5 years. ഇനി ഒരു പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. But any amount of interest paid in respect of loan for acquisition of an asset for extension of existing business for any period beginning from the date on which loan was taken for any acquisition of the asset till the date on which such asset was first put to use shall not be allowed as deduction. ഒരു ബിസിനസ്സിൻ്റെ അഥവാ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി ഒരു അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ആ ഒരു അസറ്റ് ബിസിനസ് അക്വയർ ചെയ്യുന്നത് ലോൺ എടുത്തിട്ടാണ്. അപ്പോൾ ആ ലോണിൻ്റെ മുകളിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവിടെ ആ ഒരു ലോൺ എടുത്ത ഡേറ്റ് മുതൽ ആ ഒരു അസറ്റ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് വരെയുള്ള കാലയളവിലെ ഇൻട്രസ്റ്റിന് അവർക്ക് ഡിഡക്ഷൻ അലവബിൾ അല്ല. Then next, the following expenses in relation to capital is also deductible in the following cases. ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് എക്സ്പെൻസസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഡിഡക്ഷൻസ് അലവബിൾ ആണ്. ഫസ്റ്റ് പോയിന്റ്, ഇഫ് ദ എസ് ഈസ് എ ഫേം ദ ഇൻട്രസ്റ്റ് പേയബിൾ ടു പാർട്ട്നേഴ്സ് ഓൺ ദെയർ ക്യാപിറ്റൽ ആൻഡ് ലോൺ സബ്ജക്റ്റ് ടു മാക്സിമം ഓഫ് 12%. ഇവിടെ ഒരു അസസി എന്ന് പറയുന്നത് ഒരു ഫേമാണ്. അപ്പോൾ ആ ഒരു ഫേമിലുള്ള പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റലിൻ്റെ മുകളിലും ഇൻട്രസ്റ്റ് കിട്ടും. അവരെടുക്കുന്ന ലോണിൻ്റെ മുകളിൽ അവർ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതിൻ്റെ മാക്സിമം സബ്ജക്റ്റ് ടു മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിഡക്ഷന് 12% ആണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ഇഫ് ദ എസ് ഈസ് ആൻ ഇന്ത്യൻ കമ്പനി ആൻഡ് ഇറ്റ് ഇൻക്വേഴ്സ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ദി ഇഷ്യൂ ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഓഫ് എ കമ്പനി, 20% ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ ആർ അലൗഡ് ഫോർ ഈച്ച് ഓഫ് ദി 5 successive years ബിഗിനിങ് വിത്ത് പ്രീവിയസ് ഇൻ വിച്ച് ദി ബിസിനസ് കമൻസ്. ഇവിടെ ഇഫ് ദി അസസി ഈസ് ആൻ ഇന്ത്യൻ കമ്പനി, അസസി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയാണ്. അവരുടെ ഷെയർസ് അതേപോലെ തന്നെ ഡിബെഞ്ചേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ
മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസസിന് 20% ഡിഡക്ഷൻസ് അലവബിൾ ആണ് ഫോർ ഈച്ച് സക്സസീവ് ഇയേഴ്സ് ബിഗിനിങ് വിത്ത് പ്രീവിയസ് ഇൻ വിച്ച് ദി ബിസിനസ് കമൻസ്. ഒരു ബിസിനസ് കമൻസ് ചെയ്യുന്നതിൻ്റെ പ്രീവിയസ് ഇയർ മുതൽ ഫോർ ഈച്ച് 5 സക്സസീവ് ഇയേഴ്സിലേക്ക് 20% എക്സ്പെൻഡിച്ചറിന് ഡിഡക്ഷൻസ് അലവബിൾ ആണ്. Third point, where the assessee is entitled to incentives under section 10A, etc., maximum equity fund should be utilized. ഇവിടെ ഒരു അസസി ഇൻസെൻറ്റീവ്സ് ലഭിക്കുന്നുണ്ട് ഒരു അസസിക്ക് സെക്ഷൻ 10A പ്രകാരം. അപ്പോൾ അദ്ദേഹത്തിന് ദ മാക്സിമം ഇക്വിറ്റി ഫണ്ട് ഷുഡ് ബി യൂട്ടിലൈസ്ഡ്. Then fourth point, where the interest on debt fund is payable outside India, tax should be deducted at source, otherwise deduction is not allowed. ഇവിടെ ഡെപ്റ്റ് ഫണ്ടിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ടാക്സ് ഷുഡ് ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതർവൈസ് ഡിഡക്ഷൻ ഈസ് നോട്ട് അലൗഡ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, ഇഫ് ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാക്സിമം ഡെപ്റ്റ് ഫണ്ട് മേ ബി യൂസ്ഡ്. ഇപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ we can use maximum debt fund. Then sixth point, if the return on investment lesser than the rate of interest, minimum debt fund should be used. ഇപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് മിനിമം ഡെപ്റ്റ് ഫണ്ട്സ്. ദെൻ സെവൻത്ത് പോയിന്റ്, വെർ അസസി എൻജോയ്സ് ടാക്സ് ഹോളിഡേയ്സ് അണ്ടർ വേരിയസ് പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ്, ഇൻ സച്ച് കേസ് മിനിമം ഡെപ്റ്റ് ഫണ്ട് ഷുഡ് ബി യൂസ്ഡ് സിൻസ് ദി പ്രോഫിറ്റ് യൂസിംഗ് ഫ്രം ബിസിനസ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് വിച്ച് ഇൻക്രീസ് ദി റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ബട്ട് ദി ബോറോവഡ് ഫണ്ട്സ് റെഡ്യൂസസ് ദി പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ടു ദി എക്സ്റ്റെൻഡ് എക്സംഷൻ ഈസ് റെഡ്യൂസ്. ഇവിടെ വേർ അസസി എൻജോയ്സ് ടാക്സ് ഹോളിഡേയ്സ്, ഒരു അസസി ടാക്സ് ഹോളിഡേ എന്ന ഒരു കൺസെഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ടാക്സിലെ പ്രൊവിഷൻസ് പ്രകാരം ദേ വിൽ ഗെറ്റ് മിനിമം ഡെപ്റ്റ് ഫണ്ട്, അവർക്ക് മിനിമം ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യാം. സിൻസ് ദി പ്രോഫിറ്റ് യൂസിങ് ഫ്രം ബിസിനസ് ഈസ് ഫുള്ളി എക്സംപ്റ്റ്, അവിടെ ആ ഒരു ബിസിനസ്സിലുള്ള ഫുള്ളി പ്രോഫിറ്റും ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഇറ്റ് വിൽ ഇൻക്രീസ് ദി റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ബട്ട് ദി ബോറോവഡ് ഫണ്ട്സ് റെഡ്യൂസസ് ദി പ്രോഫിറ്റ്സ് ബിഫോർ ടാക്സ്, ബോറോവഡ് ഫണ്ട് പ്രോഫിറ്റ്സ് ബിഫോർ ടാക്സ് റെഡ്യൂസ് ചെയ്യുകയും ആൻഡ് ടു ദി എക്സ്റ്റെൻഡ് എക്സംഷൻ ഈസ് റെഡ്യൂസ്, അതിൻ്റെ എക്സംഷൻ എമൗണ്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ദെൻ എയ്ത്ത് പോയിന്റ്, ദ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഷാൽ ഡിപ്പെൻഡ് അപ്പോൺ മാക്സിമൈസിങ് ദ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ് വിച്ച് ഈസ് കമ്പ്യൂട്ടഡ് ബൈ യൂസിങ് ഫോളോയിങ് ഫോർമുല. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ബാലൻസ് പാർട്ട്, ബാലൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിൻ്റെ ബാലൻസ് പാർട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് മാക്സിമൈസിങ് ദ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ദാറ്റ് ഈസ് മാക്സിമൈസിങ് ദ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ it is calculated by using the following formula: distributable profit divided by equity capital into 100. Then next, effect of exempt or deduction on capital structure. Exemption as per section 10A, deductions under section 80IA, 80IAB, 80IB, 80IC, 80ID, 80IE, etc. will increase the profit after tax, that is, it will increase the rate of return on equity capital. Next, the following points are considered while tax planning related to capital structure of a company. ഇത് ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് പ്ലാനിങ്ങിലെ കുറച്ച് പോയിൻറ്റ്സ് ആണ് താഴെ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇഫ് ദി റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ലെസ്സർ ദാൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദെൻ യൂസ് മിനിമം ലോൺ. ഇപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് മിനിമം ഡെപ്റ്റ് ഓർ മിനിമം ലോൺ. Second point, if the rate of return on investment is greater than the rate of interest, it will enhance the rate of interest on equity, rate of return on equity capital. ഇവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എൻഹാൻസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ദെൻ തേർഡ് പോയിൻറ്റ്, ദ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഈസ് ഓൾസോ കൺസിഡേർഡ് വൈൽ ടേക്കിംഗ് ഡിസിഷൻസ്. ദെൻ ഫോർത്ത് പോയിൻറ്റ്, ഇക്വിറ്റി ക്യാപിറ്റൽ മേ ബി യൂസ്ഡ് ഫോർ അക്വയറിംഗ് നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആൻഡ് ബോറോവഡ് ക്യാപിറ്റൽ മേ ബി യൂസ്ഡ് ഫോർ അക്വയറിംഗ് ഡിപ്രീഷ്യബിൾ അസറ്റ്സ്. ഇവിടെ നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് അക്വയർ ചെയ്യാൻ ഇക്വിറ്റി ക്യാപിറ്റലും ഡിപ്രീഷ്യബിൾ അസറ്റ്സ് യൂസ് ചെയ്യാൻ അക്വയർ ചെയ്യാൻ ബോറോവഡ് ക്യാപിറ്റലുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഫിഫ്ത്ത് പോയിൻറ്റ്, ദ ഇൻട്രസ്റ്റ് ഓൺ ഫോർ ദി പീരിയഡ് ആഫ്റ്റർ സെറ്റിംഗ് അപ്പ് ഓഫ് എ ബിസിനസ് ബട്ട് ബിഫോർ ദി ഇൻട്രസ്റ്റ് was put to use will be capitalized and a higher amount of depreciation is to be allowed.
ഇപ്പോൾ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്തതിന് ശേഷമുള്ള കാലയളവിലെ ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അസറ്റ് അക്വയർ ചെയ്യുന്നുണ്ടാവും, ലോൺ എടുത്തിട്ടായിരിക്കും, അപ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും അവിടെ ഒരു എക്സംഷൻ പറഞ്ഞിട്ടുണ്ട്, ബിഫോർ ദി അസറ്റ് വാസ് പുട്ട് ടു യൂസ്. ആ ഒരു അസറ്റ് യൂസ് ചെയ്തിട്ടില്ല, ഇറ്റ് വിൽ ബി ക്യാപിറ്റലൈസ്, അങ്ങനെ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. ആൻഡ് എ ഹയർ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ടു ബി അലൗഡ്. ആ ഒരു അസറ്റിൻ്റെ മുകളിൽ കൂടുതൽ എമൗണ്ട് ഡിപ്രീസിയേഷൻ നമ്മൾക്ക് അലൗഡ് ആണ്. Then sixth point, if growth period is more, then it is better to use capital rather than loan because there is a possibility of giving interest out of capital. This payment of interest will be carried forward as business loss and it cannot be set off will be in the prescribed period of 8 years. ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് പീരിയഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേമിന്, ആ ഒരു ബിസിനസ്സിന് ലോൺ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് ആ ഒരു ക്യാപിറ്റലിന് പുറത്ത് അവിടെയുള്ള പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ലഭിക്കും. ഈ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ബിസിനസ്സിൻ്റെ ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് പീരിയഡ് ഓഫ് 8 years. Then seventh point, if interest is payable outside India, then it must be tax deducted at source. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇൻ ദിസ് കേസ് ദ എമൗണ്ട് പെയ്ഡ് ആസ് ഇൻട്രസ്റ്റ് വിൽ നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ വൈൽ കമ്പ്യൂട്ടിംഗ് ബിസിനസ് ഇൻകം. ഇപ്പോൾ ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിന് ആ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുന്നതല്ല. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Pi and Company has currently an all-equity capital structure consisting of 7,500 equity shares of ₹100 each. The management is planning to raise another 20 lakh to finance a major program of expansion and is considering 3 alternative method of financing. ഇവിടെ Pi കമ്പനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് 7,500 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അങ്ങനെ അവിടെയുള്ള മാനേജ്മെൻറ്റ് കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 20 lakh എക്സ്ട്രാ ഫിനാൻസ് കൂടി അലൗഡ് ചെയ്തു. ഇത് 3 ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്തിട്ടാണ്. ഇത് താഴെ കൊടുത്തിട്ടുണ്ട്. ടു ഇഷ്യൂ 20,000 equity shares of ₹100 each, to issue 20,000 8% preference shares of 100 each, to issue 20,000 8% debentures of 100 each. ഇങ്ങനെ 3 തരത്തിലുള്ള സെക്യൂരിറ്റീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്. ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ദ കമ്പനീസ് എക്സ്പെക്റ്റഡ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് വിൽ ബി 6 lakh. കമ്പനിയുടെ എബിറ്റ് 6 lakh ആണ്. ദ കോർപ്പറേറ്റ് ടാക്സ് ഈസ് 30%. Determine the earnings per share in each alternative and comment which alternative is best and why. ഇവിടെ EPS ആണ്, 3 ഓൾട്ടർനേറ്റീവ്സിൻ്റെയും EPS ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. EPS കാണാനുള്ള ഫോർമാറ്റാണിത്. 3 ഓൾട്ടർനേറ്റീവ്സ് ചെയ്താൽ എന്നിട്ട് ഫസ്റ്റായിട്ട് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3 ഓൾട്ടർനേറ്റീവിലും 6 lakh ആണ്. എന്നിട്ട് ഫസ്റ്റായിട്ട് ലെസ് ഇൻട്രസ്റ്റ്, ഇക്വിറ്റി ഷെയർസിനും പ്രിഫറൻസ് ഷെയർസിനും ഇൻട്രസ്റ്റ് ഇല്ല, ഡിബഞ്ചേഴ്സ് ഫിനാൻസിനാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അങ്ങനെ 20 lakhൻ്റെ 8% ഇൻട്രസ്റ്റ് കാണാം. അപ്പോൾ നമുക്ക് 1,60,000 ലഭിക്കും. ആഫ്റ്റർ ദാറ്റ് ഈ 3 ഓൾട്ടർനേറ്റീവ്സിൻ്റെയും വാല്യൂസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ബട്ട് ബിഫോർ ടാക്സ് കിട്ടും. ഇത് ഇക്വിറ്റി ഫിനാൻസിങ്ങിൽ 6 lakh, പ്രിഫറൻസ് ഫിനാൻസിങ്ങിലും 6 lakh, ഡിബഞ്ചേഴ്സിൽ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ 4,40,000 ലഭിക്കും. ഇത് നമ്മൾക്ക് ടാക്സ് കുറയ്ക്കേണ്ടതുണ്ട്. 30% കോർപ്പറേറ്റ് ടാക്സ് ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ബട്ട് ബിഫോർ ടാക്സിൽ നിന്നും ലെസ് ചെയ്യുക. അപ്പോൾ 6 lakhൻ്റെ 30% പറഞ്ഞാൽ 1,80,000 ആണ്. പ്രിഫറൻസ് ഫിനാൻസിങ്ങിലും 1,80,000, ഡിബഞ്ചേഴ്സിൽ 4,40,000ൻ്റെ 30% 1,32,000. ഇതിനെ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ലഭിക്കും. അപ്പോൾ ഇക്വിറ്റി ഫിനാൻസിങ്ങിൽ 4,20,000ഉം പ്രിഫറൻസ് ഫിനാൻസിങ്ങിലും സെയിം 4,20,000, ഡിബഞ്ചർ ഫിനാൻസിങ്ങിൽ 3,08,000. ദെൻ ലെസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഇക്വിറ്റിയിൽ നില്ലാണ്, പ്രിഫറൻസ് ഫിനാൻസിങ്ങിൽ 1,60,000, ഡിബഞ്ചർ ഫിനാൻസിങ്ങിലും നില്ല്. ദെൻ we get earnings available to equity shareholders
എമൗണ്ട് ഇക്വിറ്റി ഫിനാൻസിങ്ങിൽ 4,20,000, പ്രിഫറൻസ് ഫിനാൻസിങ്ങിൽ 2,60,000, ദെൻ ഡിബഞ്ചറിൽ 3,80,000. ഇനി EPS കാണാൻ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഫിനാൻസിങ്ങിൽ ഓൾറെഡി കറൻ്റ്ലി നമുക്ക് 7,500 അതേപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ എക്സ്ട്രാ 20,000 ഇക്വിറ്റി ഷെയർസും കൂടി അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ 27,500 ലഭിക്കും. പ്രിഫറൻസിൽ കറൻ്റ്ലി ഉള്ള 7,500 ഡിബഞ്ചറിലും സെയിം 7,500. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം ഏർണിങ്സ് പെർ ഷെയർ ഇക്വിറ്റി ഫിനാൻസിൽ 15, പ്രിഫറൻസ് ഫിനാൻസിങ്ങിൽ 35, ഡിബഞ്ചേഴ്സിൽ 41. ഇവിടെ ഏറ്റവും കൂടുതൽ EPS ഉള്ളത് ഡിബഞ്ചറിലാണ്. സോ ഏർണിങ്സ് പെർ ഷെയർ ആർ ഹയസ്റ്റ് ഇൻ ദി കേസ് ഓഫ് ഡെപ്റ്റ് ഫിനാൻസിങ്. ദെർഫോർ ദ കമ്പനി ഷുഡ് ഇഷ്യൂ 20,000 8% debentures. Now the class is over.